കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരളോത്സവം അതിന്റെ അവസാന ദിനത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സംഘാടക സമിതിയുടെ അംഗങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, എങ്ങനെയുണ്ട് സംഘാടനം? മികച്ച സംഘാടനമാണോ? അവർ പ്രതീക്ഷിച്ച രീതിയിലാണോ കേരളോത്സവം ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം. യഥാർത്ഥത്തിൽ കോതമംഗലം എല്ലാവരെയും ഞെട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളോത്സവത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സംഘാടനങ്ങളിൽ ഒന്നായിട്ടാണ് ഇപ്പോൾ ഇത് സമാപിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി കുറച്ച് മത്സരങ്ങൾ കൂടിയാണ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതിനകം തന്നെ 3 ദിവസങ്ങളായി ആയിരക്കണക്കിന് മത്സരാർത്ഥികളാണ് വന്നുപോയത്. സാധാരണയാണ് കേരളോത്സവത്തിൻ്റെ സംഘാടകർ എന്ന നിലയിൽ അനുഭവിക്കുന്ന ഒരു പ്രയാസം. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നിരവധി പരാതികൾ വരാറുണ്ട്. ഇതിൻ്റെ സംഘാടനത്തിൽ അവിടെ വന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം സംബന്ധിച്ചാണ് അത് വരാറുള്ളത്. പക്ഷേ ഈ തവണ അതിൽ നിന്നും വ്യത്യസ്തമായ അനുഭവമായിരുന്നു. വന്ന് കാണുന്നവരെല്ലാവരും വളരെ സന്തോഷത്തോടെ കൈപിടിച്ച് മികച്ച സംഘാടനം എന്ന് പറഞ്ഞു പോകുന്ന ഒരു നിലയാണ് ഉണ്ടായത്. തീർച്ചയായും കോതമംഗലത്ത് രൂപീകരിച്ച MLA നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയുണ്ട്. ആ സംഘാടക സമിതിയുടെ ബഹുമുഖമായ ആളുകളുടെ പങ്കാളിത്തത്തോടെ നടത്തിയ വലിയൊരു അധ്വാനത്തിൻ്റെ റിസൾട്ടാണ് അത് എന്നുള്ളത് കാണാൻ കഴിയും. അക്ഷരാർത്ഥത്തിൽ എല്ലാവർക്കും തൃപ്തി വരത്തക്ക വിധത്തിലുള്ള ഒരു ഇടപെടലാണ് ഇവിടുത്തെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. വലിയ മികച്ച ഒരഭിപ്രായമാണ് വന്ന മുഴുവൻ മത്സരാർത്ഥികൾ. നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് അവരാണല്ലോ ആർട്സിലും സ്പോർട്സിലാണെങ്കിലും മത്സരിക്കാൻ പ്രയാസപ്പെട്ട് വരുന്നവരവരാണല്ലോ. അവരുടെ കാര്യത്തിൽ വളരെ സംതൃപ്തി അടഞ്ഞാണ് എല്ലാവരും പോയിട്ടുള്ളത് എന്നുള്ളത് വളരെ മികവാണ്. അത് ഈ കേരളോത്സവത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. പിന്നെ മത്സരങ്ങളാണെങ്കിൽ വലിയ മികച്ച മത്സരങ്ങളായിരുന്നു. ഇവിടെ ഒരു പുതിയ അനുഭവമായിരുന്നു. കോതമംഗലത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇതുപോലത്തെ ഒരു സംസ്ഥാന സർഗോത്സവത്തിന് വേദി നമ്മൾ മുമ്പായിട്ടില്ല. ഈ വേദി നടപ്പാക്കിയതോടെ കോതമംഗലത്തിന് ഇത്തരത്തിലുള്ള ഏത് പ്രവർത്തനം ഏറ്റെടുക്കാൻ ശേഷിയുണ്ട് എന്ന് സാധിക്കും എന്ന് കേരളത്തെ അറിയിക്കുകയാണ്. വളരെ മികച്ച രൂപത്തിൽ ആക്ഷേപമില്ലാതെ അക്കോമഡേഷൻ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം മികച്ച രൂപത്തിൽ. ഇത് മാത്രമല്ല, ഇതേ മോഡലിലുള്ള ഏതും സംസ്ഥാനതല മത്സരം ഏറ്റെടുക്കാൻ നമ്മുടെ കോതമംഗലം പ്രാപ്തമാണ് എന്ന് കേരളത്തോട് പറയുന്ന ഒന്നുകൂടിയായി ഇത് മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കാണികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്ന കലാമത്സരങ്ങൾ ഒരു പുതിയ അനുഭവമായിരുന്നു. കായിക മത്സരങ്ങളും ഒരു പുതിയ അനുഭവമായിരുന്നു. കായിക മത്സരങ്ങൾ ഇപ്പോൾ നമ്മുടെ കോതമംഗലത്ത് പല മത്സരങ്ങളും നമ്മൾ ഒത്തിരിയേറെ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലുള്ള മത്സരാർത്ഥികളൊക്കെ മത്സരിക്കുന്ന പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പ്രായവ്യത്യാസമില്ലാതെ ചെറുപ്പക്കാർ വളരെ ആവേശത്തോടെ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നു. ആ പങ്കെടുത്തവരാവട്ടെ എന്നോട് പറഞ്ഞ അഭിപ്രായം ഒരു ദേശീയ നിലവാരം ഈ കായിക മത്സരത്തിനുണ്ട്. കാരണം അത് MA കോളേജിൻ്റെ ഗ്രൗണ്ടാണ്. MA കോളേജിൻ്റെ ഗ്രൗണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിയതാണ്. പിന്നെ സെൻറ്റ് ജോർജിൻ്റെ ക്രിക്കറ്റ് കളിക്കുന്ന സെൻറ്റ് ജോർജിൻ്റെയാണ്. അപ്പോൾ കായിക മത്സരാർത്ഥികൾക്ക് ഏറ്റവും മികച്ച സംവിധാനം ഗ്രൗണ്ടിൽ കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മസംതൃപ്തി അവർക്കുണ്ട്. കായിക താരങ്ങളുടെ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം കാണികളുടെ അഭിപ്രായം, എന്നോട് പലരും ചോദിച്ച കാര്യം ഞാൻ ഇവരോട് എല്ലാവരും സൂചിപ്പിച്ചു, ഈ ജഡ്ജസ് എങ്ങനെയാണ് ഇവർക്ക് മാർക്കിട്ട് ഒന്ന് നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഒന്ന് കണ്ടാൽ മറ്റൊന്നും വെച്ച് ഓരോന്നും വളരെ മികച്ച രൂപത്തിലുള്ള അവതരണത്തിലൂടെ കുട്ടികൾ വളരെ വലിയ ഒരു മത്സരമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. അത് നമ്മുടെ ഇവിടുത്തെ ജനവിഭാഗത്തിന് ഒരു പുതിയ അനുഭവമായിരുന്നു. അത് ഇനിയൊരു അടുത്തത് ഇങ്ങനെ നടത്തിയാൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു 2 ഇരട്ടി പ്രതികരണം ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാവും. അപ്പോൾ ആദ്യം നിന്ന് ഉണ്ടായതിനേക്കാൾ വലിയൊരു അനുഭവമുണ്ട്. അപ്പം എല്ലാ അർത്ഥത്തിലും കേരളോത്സവം വളരെ മികച്ച ഒരു അനുഭവമാണ് ഈ തവണത്തെ കോതമംഗലം കേരളോത്സവം നൽകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതിന് കോതമംഗലം നിവാസികളോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. ആബാലവൃത്തം ജനങ്ങളുടെയും പിന്തുണയുണ്ടായിരുന്നു. MLA നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ആളുകളും കൂടി ചേർന്നുകൊണ്ടാണ്. രാപകൽ അധ്വാനിച്ച നിരവധിയായ ചെറുപ്പക്കാർ ഉണ്ട്. അതുപോലെ മറ്റ് വ്യത്യസ്ത മേഖലകളാണ്. എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഈ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. വളരെ മനോഹരമായി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കിടക്കുകയാണ്. നമ്മൾ ഏതൊരാളുടെയും ബേസിക് നീഡാണ് താമസം, ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പം അതിൽ പൂർണ്ണത കൈവരിക്കാൻ കേരളോത്സവത്തിൻ്റെ സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളിവിടെ പരിപാടി സംഘടിപ്പിക്കുമ്പോഴും ഏറ്റെടുക്കുമ്പോഴും പൂർണ്ണമായും അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വച്ചിരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ഇവിടെ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ പങ്കെടുത്ത് കഴിയുമ്പോൾ നമ്മൾ കണ്ട് പറഞ്ഞു പോകുന്ന ഭൂരിഭാഗം ആളുകളോട് നമ്മളോട് പങ്കുവെക്കുന്നത് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ചാണ്. നാളിതുവരെ വർഷങ്ങളായി കേരളോത്സവങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികൾ ഉൾപ്പെടെ ഇതുവരെ പങ്കെടുത്ത കേരളോത്സവങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. നേരത്തെ മോശമായിരുന്നു എന്നല്ല അവർ പറയുന്നത്, എന്നാൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ശരി, മത്സരക്രമങ്ങളുടെ കാര്യത്തിലായാലും ശരി, ഒരു തരത്തിലുള്ള തർക്കങ്ങളോ പരാതികളോ ഇല്ലാതെയാണ് ഈ അവസാന നിമിഷത്തിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കേരളോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
നിങ്ങൾ മാധ്യമങ്ങൾക്കാണെങ്കിൽ പോലും മത്സരക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ മത്സരാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു തരത്തിലുള്ള സംശയങ്ങൾ പോലും ഞങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പരിപൂർണമായ വിജയത്തിലോട്ട് ഞങ്ങൾ എത്തുന്നു എന്നുള്ള സന്തോഷം ഞങ്ങൾക്ക് തരുന്നത്.